ഹായ് ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? മിനിഞ്ഞാന്നൊരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു ബോംബെയിലേക്ക്. അപ്പോൾ അതിൻ്റെ വിവരങ്ങൾ തരാമെന്ന് വിചാരിച്ച് വന്നതാണ്. സത്യത്തിൽ എനിക്ക് ഇങ്ങനെയുള്ളൊരു സംഭവങ്ങളൊന്നും അറിയില്ല. അപ്പോൾ അതിൻ്റെതായ പോരായ്മകളുണ്ടാവും. സാധാരണയായിട്ട് ഞാൻ വീഡിയോ ചെയ്യാറ് ഡ്രൈവിംഗ് സീറ്റിലിരുന്നിട്ടാണ്. ഇന്ന് അതിൻ്റെ ആവശ്യമില്ല, കാരണം നമ്മുടെ സാരഥിയായിട്ട് നമ്മുടെ ബേബി ഉണ്ട്. അപ്പോൾ നമുക്ക് ആ മുംബൈ ഡയറീസ് ഒന്ന് കണ്ടാലോ. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയും ജനസാന്ദ്രതയുള്ള നഗരമാണ് മുംബൈ. ലോകത്തിലെ 6ാമത്തെ വലിയ മെട്രോ നഗരം കൂടിയാണ് നമ്മുടെ ഈ മുംബൈ. അതുപോലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഇതുകൂടാണ്ട് പല രാജ്യങ്ങളുടെ എംബസി ഉണ്ട്. അതുപോലെ പല കോർപ്പറേറ്റ് കമ്പനികളുടെയും ആസ്ഥാന മന്ദിരങ്ങളും നമുക്ക് ഈ മുംബൈയിൽ കാണാൻ സാധിക്കും. ഹായ്, ഇത് എവിടെയാണെന്നറിയോ? എല്ലാവർക്കും അറിയായിരിക്കും വീഡിയോ കണ്ടാൽ. നമ്മുടെ മുംബൈ, അതായത് മഹാരാഷ്ട്രയുടെ തലസ്ഥാനമായ നമ്മുടെ പണ്ടത്തെ ബോംബെ. എനിക്ക് തോന്നുന്നത് 2022 വേൾഡ് കപ്പ് ഖത്തറിലുണ്ടായിരുന്ന സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. നല്ല തിരക്കായിരുന്നു. അതിനുശേഷം ഇത്രയും തിരക്കുള്ള ഒരു സ്ഥലം ഞാൻ കാണുന്നത് ഈ മുംബൈയിലാണ്. രാവിലെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ മുംബൈയിൽ നല്ല തിരക്കാണ്. പിന്നെ നമ്മൾ വാർത്തകളിലൊക്കെ കാണുന്നത് പോലെ എന്താ പറയുക, ബോളിവുഡ് നടന്മാർ ഏറ്റവും കൂടുതൽ താമസിക്കുന്നത് ഷാരൂഖ് ഖാൻ, സൽമാൻ ഖാൻ, ഫർഹാൻ അക്തർ, രൺവീർ സിംഗ്, ദീപിക പദം, ഇങ്ങനെ ഒഴിഞ്ഞാറൊടുങ്ങാറ് നടന്മാർ. അതുപോലെ ക്രിക്കറ്റ് താരങ്ങളായിട്ടുള്ള സച്ചിൻ, യുവരാജ്, കോഹ്ലി എന്നിവരെല്ലാവരും മുംബൈയിലുണ്ട്. നമുക്ക് അങ്ങനെയുള്ളൊരു പിക്ചറാണ് മുംബൈയെക്കുറിച്ച് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ പഠിച്ചു വെച്ച കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി ശരിയായിട്ടുള്ള കാര്യങ്ങൾ പറയാം, അറിഞ്ഞ കാര്യങ്ങൾ പറയാം. ഞാൻ FB പോസ്റ്റിൽ എൻ്റെ ഒരു ക്യാപ്ഷൻ ഇതായിരുന്നു: നിങ്ങൾ മുംബൈ അറിയണമെങ്കിൽ നിങ്ങൾ മുംബൈയിൽ പോകണം എന്നുള്ളത്. ഇപ്പോൾ കാണിക്കുന്ന ആ ഗ്രേ ബിൽഡിംഗ് ഉണ്ടല്ലോ, അതാണ് മുകേഷ് അംബാനിയുടെ വീട്. പറഞ്ഞു വന്നത്, തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടുത്തെ ഏറ്റവും പ്രശ്നമായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് 2 തരത്തിലുള്ള ഒരു സംസ്കാരമാണ്. പാവപ്പെട്ടവർക്ക് വേറെ, പണക്കാർക്ക് വേറെ. നമ്മളൊരു വണ്ടിയിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ബസ്സിൽ പോകുമ്പോൾ നമുക്ക് ഓരോ സൈഡിൽ നിന്നും കാണാൻ പറ്റും, ഇത് പണക്കാരുടെ ഏരിയ ആണ്, ഇത് പാവപ്പെട്ടവരുടെ ഏരിയ എന്നുള്ളതൊക്കെ. ഇതൊരാൾ ഇതിൻ്റെ ഇടയ്ക്കൊരു ഫീച്ചറിൽ അത് പ്രത്യേകമായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ പറ്റിയത്. പിന്നെ ട്രാഫിക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അബദ്ധമാണ്. എവിടെയും ഒരു കൺട്രോളും ഇല്ല. നമുക്ക് ഒരു റോഡ് ക്രോസ് ചെയ്യണമെങ്കിൽ നമ്മുടെ ജീവൻ പണയം വെച്ചിട്ട് തന്നെ ക്രോസ് ചെയ്യണം, അല്ലാതെ വേറൊരു മാർഗ്ഗമില്ല. പിന്നെ ഭക്ഷണം, തെരുവ് ഫുഡ് നല്ല രീതിയിൽ അവിടെ ഉണ്ട്. അത് പക്ഷേ നമുക്കൊന്നും കഴിക്കാൻ പറ്റുന്ന രീതിയിലല്ല എന്ന് മാത്രം. വൃത്തിയുടെ കാര്യം അബദ്ധമാണ്. വൃത്തിയില്ല എന്ന് തന്നെ പറയാം. നമുക്ക് ഫുഡ് കാണുമ്പോൾ കഴിക്കാൻ തോന്നുമെങ്കിലും അതുണ്ടാക്കുന്ന രീതി ഭയങ്കര അബദ്ധമാണ്. അതിലൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു വരുമാന മാർഗ്ഗമായിട്ട് തന്നെ ഒരു സ്ട്രീറ്റ് ഫുഡിനെ അവർക്ക് മാറ്റിയെടുക്കാൻ പറ്റും. പ്രത്യേകിച്ച് വിദേശികൾ നടത്തുന്നത്. അവിടെ ലോക്കൽസും അവർ എന്താ പറയുക, അവിടുത്തെ പണക്കാരൊക്കെ വന്നിട്ട് നല്ല രീതിയിൽ ഫുഡ് കഴിക്കുന്നുണ്ട്. എപ്പോഴും തിരക്കുമുണ്ട്, വെറൈറ്റി ഫുഡും ഉണ്ട്. പക്ഷേ വൃത്തിയുടെ കാര്യത്തിൽ അബദ്ധമാണ്. അത് നമ്മളെല്ലാവർക്കും തോന്നിയൊരു കാര്യമാണ് ഈ വൃത്തിയുടെ. ഇങ്ങനെ റിവ്യൂ ഒക്കെ ചെയ്തിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വോയിസ് ഓവറൊക്കെ ചെയ്തിട്ടുള്ളൊരു പരിചയമില്ല. അതിൻ്റെ ഒരു എന്താ പറയുക, മിസ്റ്റേക്സ് ഉണ്ടാവും, ക്ഷമിക്കുക. പിന്നെ ഇത് എന്ന് പറയുന്നത് സമുദ്രത്തിനടിയിലുള്ള ഒരു തുരങ്കമാണ് മുംബൈയിൽ. ഇപ്പോൾ അടുത്ത് തുറന്നതാണ്. നല്ലൊരു അനുഭവമായിരുന്നു ഇതിൻ്റെ അടിയിലൂടെ പോയത്. അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. ഇവിടെയൊക്കെ ഒരു ട്രാഫിക് കൺട്രോളായിട്ട് തന്നെയാണ് പോകുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ പുറത്തെത്തിയാൽ, ലോക്കൽ ഏരിയയിലെത്തിയാൽ ഒന്നുമില്ല. പിന്നെ വണ്ടി വാടക, ബസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എങ്ങനെയാണെന്ന് പറയുന്നത്, നമുക്കൊരു 5 മിനിറ്റ് 10 മിനിറ്റൊക്കെ നടന്നു പോകുന്ന ദൂരം വണ്ടിയിൽ പോവുകയാണെങ്കിൽ ചിലപ്പോൾ 1 മണിക്കൂറൊക്കെ വേണ്ടി വരും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെ അവിടുത്തെ നൈറ്റ് ലൈഫുകളൊക്കെ നല്ല രീതിയിൽ അനുഭവിക്കേണ്ടത് തന്നെയാണ്. പിന്നെ രാത്രി കാലങ്ങളിൽ ഈ ബേൽപൂരി, പാവ് ബജി, ബടാ പാവ് ഒക്കെ നല്ല എന്താ പറയുക, അത്യാവശ്യം നല്ല തിരക്കുണ്ട് അതിനൊക്കെ. അത് അവർ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് എല്ലാവരോടും പറയാനുള്ളൊരു കാര്യം, നിങ്ങൾക്ക് മാക്സിമം ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ പോയി കാണുക, അവിടുത്തെ ജീവിതങ്ങൾ അറിയുക. ഓക്കെ, എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. പറ്റുമെങ്കിൽ ഫാമിലിയെ കൂടി തന്നെ പോവാം. എല്ലാവർക്കും, ചെറിയവർക്കും വലിയവർക്കും ഒക്കെ ഒരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ തിരക്കുള്ള മാർക്കറ്റുകളുണ്ട്. അന്തേരി മാർക്കറ്റുകളൊക്കെ നല്ല തിരക്കാണ്. ഇതുപോലെ ഇഷ്ടംപോലെ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഓക്കെ, പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടൊന്നും ഉണ്ടാവില്ല. ഇഷ്ടപ്പെട്ടവർ നല്ല രീതിയിൽ കാണാം. എല്ലാവരും നമ്മൾ സ്കിപ്പ് ചെയ്തങ്ങ് പോയിക്കോ.